ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വളരെ പെട്ടെന്നൊരു വെജ് മീൽസ് ആണ് തയ്യാറാക്കുന്നത്. സ്പീഡിലാണ് തയ്യാറാക്കുന്നതെങ്കിലും ടേസ്റ്റിനോട് ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങാക്കറി, വെളുത്തുള്ളി മുളക്, പാലക്ക് വറവ്, മോര്, പപ്പടം എന്നിവയാണ്. അപ്പോൾ തുടങ്ങിയാലോ? മുരിങ്ങൻ്റെ ചാറുകറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു അരവ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മുക്കാൽ കപ്പ് തേങ്ങ മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചോറ്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കറി എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കടുകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ഒന്ന് വാടുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്. തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളി ഉള്ളിയും ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 മുരിങ്ങ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു നമുക്കൊരു 3 മിനിറ്റോളം ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച നമ്മുടെ അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ജാറിലേക്ക് ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ചുറ്റിച്ചെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങ തേങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയും കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ചോറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലക്കിൻ്റെ ഒരു വറവ് തയ്യാറാക്കാം.
ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ഉള്ളിയുടെ 1/4 ഭാഗം ചെറുതായി അരിഞ്ഞത്, വാട്ടിയെടുക്കും. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചതാണിത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം തേങ്ങ, 1 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ വറ്റി നമ്മുടെ പാലക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി വറവായ പാലക്ക് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും മുളകും തയ്യാറാക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ മസ്റ്റായിട്ട് തന്നെ കൂട്ടുന്ന ഒരു സൈഡ് ഡിഷാണ് ഈ വെളുത്തുള്ളി മുളകും എന്ന് പറയുന്നത്. വെളുത്തുള്ളി മുളക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ കൂടെ തന്നെ ഒരു 16 അല്ലി വെളുത്തുള്ളി ഈ രീതിയിൽ ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചതിന് ശേഷം ഒരു കത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു രൂപത്തിലാവും. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വെളുത്തുള്ളി ഈ ഒരു രൂപത്തിൽ തന്നെ കിട്ടണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. വെളുത്തുള്ളി ചെറുതായി, അതായത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ മൂപ്പിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഓഫാക്കി കളയണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. ഓണാക്കിയതിന് ശേഷം ഇതൊന്ന് വറ്റി വരണം. വറ്റി വരുന്ന സമയത്ത് തന്നെ ഓയിൽ തെളിഞ്ഞ് കാണുന്നത് കാണാം. അപ്പം നമ്മുടെ വെളുത്തുള്ളി മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഇത് മതി, വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറും പിന്നെ ഈ വെളുത്തുള്ളി മുളകും മാത്രമായിട്ട് കഴിക്കുമ്പോൾ.
ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മോര് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. 1 കപ്പ് നല്ല കട്ട തൈരാണ്. അതിലേക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് മിക്സിയിൽ ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിത് 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മീൽസിലെ 4 വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.